ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചനയെന്ന വാദം പൊളിയുന്നു. ഇതുവരെയും തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് SIT ഹൈക്കോടതിയിൽ പറഞ്ഞു. ഗൂഢാലോചന സാധ്യത മാത്രമാണ് അന്വേഷിച്ചതെന്നും SIT കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം കേസ് പരിഗണിക്കവേ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി രേഖപ്പെടുത്താത്തതിൽ ജസ്റ്റിസ് നാഗപ്രസന്ന രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കേസിൽ പല രീതിയിലുള്ള അട്ടിമറി നീക്കങ്ങളും ഉണ്ടായതാണ്. ഈ ചിന്നയ്യെ പ്രതിയാക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ പ്രതി ചേർക്കാനുള്ള നീക്കം, അവരെ സമ്മർദ്ദം ചെലുത്തുന്നു, തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യൽ. പക്ഷേ ആക്ഷൻ കമ്മിറ്റി അവരുടെ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. ഇപ്പോഴും ശക്തമായി തന്നെ ഈ കേസിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ് SITയുടെ ഒടുവിലത്തെ കണ്ടെത്തൽ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ബംഗളഗുഡയിൽ നിന്ന് കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെയാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഈ ഗൂഢാലോചന നടന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു. പക്ഷെ ആ വാദം പൊളിയുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെ യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്? ടോമെ, പുതിയ സാക്ഷികളായ പുരന്ദര ഗൌഡ അതുപോലെ തന്നെ തുക്കാറാം ഗൌഡ എന്നിവർ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന വളരെ നിർണായകമായ ഈ SIT ഇവരുടെ മുന്നിൽ വളരെ നിർണായകമായ ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് നേരത്തെ ഒക്കെ ഉയർന്നു വന്നത് ധർമ്മസ്ഥലയിൽ ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഇത്തരത്തിൽ ഫണ്ടുകൾ വരുന്ന ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം പൊളിക്കുന്ന, ഈ വാദങ്ങളെല്ലാം പൊളിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ഗൂഢാലോചന നടന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഗൂഢാലോചന സാധ്യത മാത്രമാണ് പരിശോധിച്ചതെന്നും SIT പറയുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ അൽ ജസീറ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടു, അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരെ ഫണ്ട് വന്നു എന്ന് ഉൾപ്പെടെയുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ വന്നിരുന്നത്. അതെല്ലാം പൊളിയുന്ന രീതിയിലാണ് ഇപ്പോൾ SITയുടെ ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ. അതായത് ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കൂട്ടി ചേർക്കേണ്ടത്, ഈ ചിന്നയ്യ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണ് എന്ന ഒരു കാരണത്താൽ താൻ, അതായത് ശുചീകരണ തൊഴിലാളി അല്ല അത് കുഴിച്ചെടുത്ത എന്ന ഒരു ആരോപണത്താലാണ് ഇത്തരത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി എന്തുകൊണ്ട് ബെൽത്തങ്ങാടി കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വളരെ നിർണായകമായ ഒരു ചോദ്യം കൂടി ഈ ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിരവധി ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ബംഗളഗുഡ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ലഭിച്ചിട്ടുള്ളത്. അതായത് ഒരു ദിവസം മാത്രം 9ഓളം അസ്ഥികൂടങ്ങൾ ലഭിച്ചു. അതിൽ കുട്ടികളുടേതുണ്ട്, സ്ത്രീകളുടേത്. അത്തരത്തിൽ ഓരോ ദിവസവും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം പുതുതായി വന്ന ഈ 2 സാക്ഷികൾ പ്രധാനമായും ഹൈക്കോടതിയെ ബോധിപ്പിച്ചത് തങ്ങൾക്കറിയാം ഏത് സ്ഥലത്താണ് ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളതെന്ന്. അത് പുറത്ത് എടുക്കാനും അത് ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് SIT പരിശോധിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഹർജി ഇത്തരത്തിൽ നൽകിയിരുന്നത്. ഏതായാലും ഹൈക്കോടതി അതുകൂടി ഇപ്പോൾ SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏറ്റവും സുപ്രധാനം അതാണ്, ഈ 2 സാക്ഷികൾ ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തണം, കുഴിച്ച് പരിശോധന നടത്തണം, അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തണം എന്ന വളരെ നിർണായകമായ ഒരു നിർദ്ദേശം കൂടി SITക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനി SIT, അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ വലിയ തോതിലുള്ള പരിശോധന, ചിന്നയ്യ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ ഏത് രീതിയിലാണോ പരിശോധന നടത്തിയത്, സമാനമായ രീതിയിൽ പുതിയ 2 സാക്ഷികൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്നത്, ഇപ്പോൾ കണ്ടെത്തിയ 9ഓളം ഇത്തരത്തിലുള്ള മൃതദേഹ ആവശ്യങ്ങൾ, അത് നേരത്തെയൊക്കെ പ്രചരണം ഉണ്ടായത് ഇത് ആത്മഹത്യ ചെയ്തതാകാമെന്നതായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്ത മൃതദേഹങ്ങളല്ല എന്ന ഒരു ഫോറൻസിക് പ്രാഥമിക പരിശോധനാ ഫലം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു കൊലപാതക സാധ്യത തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ നിർണായകമാകും ഇനി വരും ദിവസങ്ങളിൽ. ഇതുവരെ ഈ മഹേഷ് ഷെട്ടി, തിമ്രോടി, ജയന്ത്, മനാഫ് തുടങ്ങി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെല്ലാം SIT ദിവസങ്ങളോളം ചോദ്യം ചെയ്തു. ഒരു ഗൂഢാലോചനയും കണ്ടെത്താനായിട്ടില്ല എന്ന് മാത്രമല്ല, മനാഫിൽ നിന്നും ഒക്കെ വലിയ നിർണായകമായ തെളിവുകൾ ഉൾപ്പെടെ SITക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിന്
സഹായകരമായ തെളിവുകൾ പോലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നും ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാണോ ആദ്യഘട്ടത്തിൽ ധർമ്മസ്ഥലയിൽ പരിശോധന ഉണ്ടായത് അതേ രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ബംഗളഗുഡ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോഴും SIT തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ മേഖലകളിൽ ഒരുപാട് മൃതദേഹങ്ങൾ അത് കുടിച്ചിട്ട നിലയിൽ മാത്രമല്ല ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും പുറത്തു നിന്നും ആരെയും ഈ ബംഗളകുട്ടിയെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഇത് മുഴുവൻ SITയുടെ അങ്ങനെയെങ്കിൽ ബൈജു ഇപ്പോഴും ചിന്നയ്യ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇയാളെ ജാമ്യത്തിൽ വിടേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? അതിനായി ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അതോ ഈ ചിന്നയ്യെ ഇപ്പോഴും പ്രതിയാണ്, ഗൂഢാലോചന നടത്തിയതാണ്, അയാൾ പറഞ്ഞത് വ്യാജമാണ് എന്ന നിലപാടിലാണോ SIT ഉള്ളത്? ടോമേ, ഇത് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചിന്നയ്യ ആദ്യം തന്നെ 164 മൊഴി കൊടുക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞത് തന്റെ ഐഡന്റിറ്റി പുറത്തു വിടരുത്, തനിക്ക് അവന് ഭീഷണിയുണ്ടെന്നാണ്. ഏതായാലും ഇതാരാണ് ഈ ആള് എന്നതൊക്കെ തെളിഞ്ഞിരിക്കുന്നു. ചിന്നയ്യ എന്ന പേര് പുറത്തു വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇയാളെ ജാമ്യത്തിലിറക്കി പുറത്ത് ഇറങ്ങിയാൽ ഇയാൾക്ക് ജീവന് അപകടം ഉണ്ടാകും. അത് മാത്രമല്ല ഇയാളെ സംരക്ഷിക്കാൻ ആക്ഷൻ കമ്മിറ്റിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വലിയ ഇടപെടൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇല്ല. മംഗളൂരുവിലെ സെൻട്രൽ ജയിലിലാണ് ഇയാളിപ്പോൾ ചിന്നയ്യ ഇപ്പോൾ ഉള്ളത്. അവിടെ ചിന്നയ്യ സുരക്ഷിതനായിരിക്കുമെന്ന ഒരു ചിന്തയാണ് ആക്ഷൻ കമ്മിറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ ജാമ്യഹർജി തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ചിന്നയ്യ പുറത്തിറങ്ങിയാൽ അയാളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തേക്ക് ഇപ്പോൾ ഇറക്കുന്ന കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആക്ഷൻ കമ്മിറ്റി പറയുന്നത് തങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ പ്രദേശങ്ങൾ, അതായത് ധർമ്മസ്ഥലയുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത് വളരെ വേഗത്തിൽ കണ്ടെത്തണം. ഇപ്പോൾ പുതുതായി ഈ ചിന്നയ്യേക്കാളും വലിയ സാക്ഷികൾ, അതായത് വിറ്റൽ ഗൌഡ എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ, അതുകൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 2 പുതിയ സാക്ഷികൾ, ഇങ്ങനെ ഇവരെ ഉൾപ്പെടുത്തി പരിശോധന നടത്താൻ, ഇവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് പരിശോധന നടത്താനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചനയുണ്ടായി എന്ന വാദമാണ് പൊളിയുന്നത്. SIT ഇതുമായി ബന്ധപ്പെട്ടെന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ലെന്നാണ് SIT പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.